നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സേമിയ ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ഊറ്റി മാറ്റി വെക്കാം. ഇനി കസ്കസിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതും കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 മധുരമുള്ള നല്ല മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത് കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള മാംഗോയുടെ പൾപ്പ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള കസ്കസും പിന്നെ ഫ്രഷ് ക്രീമും പിന്നെ മാംഗോയുടെ പീസസും മാംഗോ ഐസ്ക്രീമും കൂടെ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള സേമിയയും അതുപോലെ മാംഗോ പൾപ്പും കസ്കസും ഫ്രഷ് ക്രീമും മാംഗോ പീസസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് 2 സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമും നട്ട്സും മാംഗോ കട്ട് പീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ഫലൂദ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫലൂദയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.